ഇന്ത്യക്കെതിരെ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈന ഇന്ത്യക്കെതിരെ നിരന്തരം പ്രവർത്തിക്കുമ്പോഴും ഇന്ത്യ ശക്തമായ താക്കീതുകൾ ചൈനീസ് ആപ്പുകളെ ഇവിടെ നിരോധിച്ച് സാമ്പത്തിക ഉപരോധത്തിലാക്കാൻ ചൈനയെ ശ്രമിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടേയിരുന്നു. എന്തു തന്നെയായിരുന്നാലും ഇന്ത്യ ഇപ്പോൾ ചൈനയെ വരച്ച വരയിൽ നിർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതായത് അതിർത്തിയിലാണ് ചൈന പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ അതിർത്തി തർക്കങ്ങൾ പൂർണ്ണമായിട്ടില്ലെങ്കിലും ഒരു 90% പരിഹരിച്ച് ഇന്ത്യയും ചൈനയും ഒന്നിച്ചു ചേർന്ന് അതിർത്തിയിൽ മുന്നേറാനുള്ള തീരുമാനമല്ല നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ ഒരു പ്രയത്നത്തിന്റെ ഫലമായി ഉണ്ടായിരുന്നു. എന്നാൽ ചൈനയിൽ നിന്ന് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യക്ക് ഭീഷണിയാകുന്ന ഒരു വലിയ ഉദ്യമം ചൈന ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈന തങ്ങളുടെ സൈനികർക്ക് സ്വാം ഡ്രോണുകൾ എന്ന് പറയുന്ന ഡ്രോണുകൾ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൽ അവർക്ക് പരിശീലനം നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ജസ്റ്റ് ഒരു ഡ്രോൺ അല്ലേ, ഇതിലെന്താണ് ഇത്ര വലിയ വാർത്ത എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ ഈ സ്വാം ഡ്രോൺ എന്ന് പറയുന്നത് സൂയിസൈഡ് ഡ്രോണുകൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. സൂയിസൈഡ് ഡ്രോണുകളുടെ പ്രത്യേകത ഇതിൽ AI സാങ്കേതിക വിദ്യ കൂടെ ഘടിപ്പിച്ചാണ് ചൈന ഇതിനെ രംഗത്തിറക്കുന്നത് എന്നുള്ളത് ഇതിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. PLA പീപ്പിൾ ലിബറേഷൻ ആർമി അവർക്ക് 10 ലക്ഷം ഡ്രോണുകളാണ് ചൈന ഇപ്പോൾ കൊടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. 2026 ഈ AI സജ്ജീകരിച്ച ഡ്രോണുകൾ ചൈന വിതരണം ചെയ്യും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡ്രോണിന് ഭാരം കുറവാണ്. പോരാത്തതിന് മാരകമായിട്ടുള്ള പ്രഹരശേഷിയാണ് ഈ ഡ്രോണിനുള്ളത്. കുറഞ്ഞ വിലയാണ് ഈ ഡ്രോണിന് എന്നുള്ളത് കൊണ്ടാണ്. പോരാത്തതിന് ഇതിനെ നേരിടാനായി ഇന്ത്യയും ഇപ്പോൾ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിനോട് ചേർത്ത് പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ചൈന ഇങ്ങനെ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിച്ച് അവരുടെ മിലിറ്ററിക്ക് കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. പക്ഷേ അവരുടെ മിലിറ്ററിക്ക് മാത്രമല്ല ചൈന ഇത് കൊടുക്കാൻ ഒരുങ്ങുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശിനും ചൈന ഈ ഡ്രോൺ വിതരണം ചെയ്തേക്കും എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും കൂടെ ഈ ഡ്രോണുകൾ ചൈന വിതരണം ചെയ്തു കഴിഞ്ഞാൽ 3 സ്ഥലത്തേക്ക് ഇന്ത്യക്ക് വാർ ഫ്രണ്ടുകൾ തുറക്കേണ്ടി വരും എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ സൈന്യം കടക്കാനായി പോവുകയാണ്. ബംഗ്ലാദേശ് സൈനികർക്ക് പരിശീലനം നൽകാനാണ് പാകിസ്ഥാൻ സൈനികർ അങ്ങോട്ടേക്ക് പോകുന്നത്. പാകിസ്ഥാന്റെ ആർമി ചീഫായിട്ടുള്ള മിർസ ഇത് അറിയിച്ചു കഴിഞ്ഞു. അങ്ങോട്ടേക്ക് പോയി 1 വർഷം അവിടെ തങ്ങാനാണ്, ഇപ്പോൾ ബംഗ്ലാദേശിൽ തങ്ങാനാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിലവിലത്തെ തീരുമാനം. ഇതും ഇന്ത്യ ശക്തമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും അതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടെ പുറത്തു വരുന്നത്. ഈ ഡ്രോണിന്റെ പ്രഹരശേഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡ്രോണിന്റെ ബുള്ളറ്റിന്റെ വില എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു ടാങ്കറിൽ ഒരു പീരങ്കിയുടെ ബുള്ളറ്റ് എന്നൊക്കെ പറയുന്നത് 8.5 ലക്ഷം രൂപയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ബുള്ളറ്റുകൾ മേടിക്കാൻ 4 ലക്ഷം രൂപ മാത്രമാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏത് ടാങ്കും ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് നിഷ്പ്രയാസം തവിടുപൊടിയാക്കാൻ സാധിക്കും. ഇന്ത്യക്ക് 3 സൈഡുകളിൽ നിന്നും അങ്ങനെ ഭീഷണി ഉയരുന്നു. ഈ സ്വാം ഡ്രോണുകളുടെ ഈ ഒരു നീക്കം ഇന്ത്യക്കും ഇത് തുടങ്ങിക്കൂടെ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നേക്കാം. പക്ഷേ ഈ നീക്കം ചൈന തുടങ്ങിയത് 2017 2017 ചൈന അക്കാഡമി ഓഫ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഇതിൻ്റെ ടെസ്റ്റ് അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയിരുന്നു. എന്നാൽ 2017 ഇതിൻ്റെ പണി തുടങ്ങിയത് CETC, അതായത് ചൈന ഇലക്ട്രോണിക്സ് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷനാണ് ഇതിൻ്റെ പണി തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചത്. എന്തായാലും സ്വാൻ ഡ്രോണുകൾ ചൈനയുടെ കയ്യിൽ മാത്രമല്ല ഉള്ളത് എന്നുള്ളത് വേറൊരു കാര്യം. ചൈനയെ നേരിടാനായി US-ഉം സ്വാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. US ചൈനയെ ഇൻഡോ പസഫിക്കിൽ നേരിടാനാണ് ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. സുഡാൻ ആർമി മെറോവി എയർപോർട്ടിൽ സ്വാൻ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. റഷ്യ ഉക്രൈനിനെതിരെ സ്വാൻ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. അതേ സൂയിസൈഡ് ഡ്രോണുകളാണ് ഇപ്പോൾ ചൈനയുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.